ദീപു അങ്ങോട്ട് നോക്ക്. ആ വരവ് കാണാൻ നല്ല രസം. എന്തായാലും ഒരു ഫോട്ടോ എടുത്തേക്കാം. ഏയ് വേണ്ട നന്ദു, അത് അമ്മാവനെയും മറ്റുള്ളവരെയും ഇൻസൾട്ട് ചെയ്തതിന് തുല്യ. അവരെന്തോ വിചാരിച്ചോട്ടെ ദീപു, ഇങ്ങനെയുള്ള മൊമെന്റ്സ് ഒന്നും എപ്പോഴും കിട്ടില്ല. ദീപു ഫോട്ടോ ഫ്രെയിം ചെയ്ത് എന്റെ ബംഗ്ലാവിൽ വെക്കും, എന്നിട്ട് ദിവസവും വിളക്ക് കത്തിക്കും. അങ്ങനെയൊന്നും പറയില്ല നന്ദു. ആയില്ല എന്ന് കരുതി നീ ഒരുപാടൊന്നും ആഗ്രഹിക്കണ്ടോ. നീ ആഗ്രഹിച്ച മോളെ, നിന്റെ കെട്ടിയോ നിനക്ക് ഒന്നും നേടി തന്നില്ലെങ്കിലും ഇപ്പൊ എന്റെ മോൻ വിചാരിച്ച എന്താഗ്രഹവും നടക്കും. രാജു, ഞാനൊരാഗ്രഹം പറഞ്ഞോട്ടെ. എന്താ, നിനക്ക് ചന്ദ്രനെ വേണോ? അതെന്റെ മോനെ കൊണ്ട് പറ്റില്ല. അതിന് നിന്റെ കെട്ടിയവനോട് തന്നെ പറയണം. അതൊന്നും അല്ല അച്ഛാ. പിന്നെ രാജു, എനിക്ക് ജീവിതത്തിലെ ഒരു തവണയെങ്കിലും ഫ്ലൈറ്റിൽ കയറണം. ഒറ്റ തവണ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ അതെനിക്ക് സാധിച്ചു തരൂ പ്ലീസ്. ചേച്ചി സങ്കടപ്പെടണ്ട, ചേച്ചിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. ഒടുവിൽ നീ പറ്റിക്കരുത്. ഇല്ല ചേച്ചി, ചേച്ചിക്ക് ഒരു തവണ ഫ്ലൈറ്റിൽ കയറണമെന്നല്ലേ ആഗ്രഹമുള്ളൂ. എന്നാ ഞാൻ വാക്ക് തരുന്നു, ചേച്ചിക്ക് കൊതി തീരുന്നവരെ ഫ്ലൈറ്റിൽ കയറാനുള്ള അവസരം ഞാൻ ഒരുക്കി തരും. ഒന്ന് പോടാ. സത്യോ ചേച്ചി ഞാൻ പറയുന്ന. എന്റെ പേരിലെ സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. പ്രൈവറ്റ് ജെറ്റോ? അതേന്നേ. സത്യം? അതെ ചേച്ചി, സത്യം. ഞാൻ തോറ്റത് എന്റെ ജീവിതത്തിലാ. അതിന് കാരണക്കാരി ഞാൻ തന്നെയാ, മറ്റാരുമല്ല. ഞാൻ തോറ്റെന്ന് കരുതി എന്റെ അച്ഛൻ തോറ്റിട്ടില്ല, തോൽക്കുകയില്ല. ഇവിടെയും ജയിച്ചു തന്നെ നിൽക്കും. തോൽക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കുകയില്ല. നിന്റെ അച്ഛൻ തോറ്റു കോർട്ടിൽ വീണ് കഴിഞ്ഞടി. അയാളെയും നിന്നെയും നിന്റെ മറ്റവനെയും തോൽപ്പിക്കാനല്ലേ അനന്തം പിള്ളയുടെ മകള് തന്നെ കളത്തിലിറങ്ങിയത്. നിന്റെ പിഴച്ച നാവുകൊണ്ട് ഇനി എന്റെ അച്ഛനെ അയാളെന്ന് വിളിച്ച നിന്റെ ആ നാവ് ഞാൻ പിഴുതെടുക്കും. മിണ്ടാതിരിടാ. ആൺവർഗത്തിന് തന്നെ അപമാനമായ ഒരു പെൺകോന്തൻ, പെണ്ണും പിള്ളയുടെ കാല് തിരുമ്മി ജീവിക്കുന്ന കോമാളി. ഇതിലും ഭേദം നീ പോയി പല ഭിക്ഷ തണ്ടിയും ജീവിക്കും. ഇപ്പൊ ഇവള് പറയുന്നത് കേട്ടെ ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇവളുടെ കൊമന്റ് ഞാൻ വരവ് വെച്ചിരിക്കുന്നു. കാരണം ഞാൻ എന്റെ ചെറുപ്പം മുതലേ സ്വപ്നം കണ്ട ഭർത്താവ് ഇത് തന്നെയായിരുന്നു. താങ്ക് യു മൈ ഡിയർ. അച്ഛൻ എങ്ങനെ ഇവിടെ ജീവിക്കും? ജീവിച്ചല്ലേ പറ്റൂ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പരിഗണനയൊന്നും വേണ്ട. എല്ലാവരെയും പോലെ തന്നെ ഞാനും. അച്ഛാ, നമുക്ക് തറവാട്ട് വീട്ടിലേക്ക് മാറിയാലോ? സൂര്യമംഗലത്തേക്ക്. ഗതികെട്ട ആത്മഹത്യ ചെയ്യണം. ആത്മാഭിമാനം പണയം വെക്കരുത്. സൂര്യമംഗലം പത്മയുടെ കൊട്ടാര, നിന്റെ അമ്മയുടെ വീട്. നിനക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. എന്താ അച്ഛ ഇത്? ഞാൻ അച്ഛന്റെ അവസ്ഥയോർത്ത് ചിന്തിച്ചു പോയിന്നേ ഉള്ളൂ. എന്റെ അവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല.
ഏത് സാഹചര്യത്തിലും ഒരുമിച്ച് സന്തോഷത്തോടെ ഞാൻ ജീവിക്കും. ഇപ്പൊ ഉണ്ടായ കാറ്റിനെയും കടലിനെയും ഒന്നും ശാന്തമാക്കാൻ മനുഷ്യരായ നമുക്ക് പറ്റില്ല. അതിന് ദൈവപുത്രൻ വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോവാം. ഇതിന്റെ വാതിൽക്കലൊന്നും ആരെയും കാണുന്നില്ലല്ലോ മോളെ. നീ ഇപ്പോഴും പിണക്കത്തിലാണോ? അതൊക്കെ വിട്. അതിന്റെ സാരി കിട്ടാൻ വേണ്ടി ഒന്ന് ചൂടായെന്നല്ലേ ഉള്ളൂ. നമ്മള് അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നു. എനിക്കാരോടും വഴക്കൊന്നുമില്ല. ഒന്നിനെയും കാണുന്നില്ലല്ലോടി. ഇവരെന്താ വടക്കേ ഇന്ത്യക്കാരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, പരിപ്പും സവാളയും ഉരുളക്കിഴങ്ങും കൂടി ഒരുമിച്ച് വേവുന്നൊരു മണം. അതെന്താ മലയാളികൾക്ക് ഉരുളക്കിഴങ്ങും പരിപ്പൊന്നും ഇറങ്ങത്തില്ലേ? ഏയ്, അമ്മ വാ, നമുക്ക് അകത്ത് പോയി നോക്കാം.